മഹാനായ ടാറ്റയുടെ വിൽപ്പത്രം സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ നിരവധി ആളുകളെ ഞെട്ടിച്ചിട്ടുണ്ട്. കുടുംബാംഗങ്ങളെ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിലെ പല തട്ടിലുള്ള ആളുകളും മൂക്കത്ത് വിരൽ വെച്ചിരിക്കുകയാണ്. അതിൽ മനുഷ്യനന്മ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അതിശയകരമായ ടാറ്റ തീരുമാനം എന്ന് പറയാമെങ്കിൽ, ടാറ്റയുടെ കുടുംബാംഗങ്ങൾക്ക് അതൊരു മറ്റൊരു തരത്തിലുള്ള ഷോക്കായി മാറി എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ടാറ്റയുടെ വിൽപ്പത്രം തന്നെ സംശയത്തിൻ്റെ നിഴലിലാണെന്ന് വരുത്തി തീർക്കാനാണ് കുടുംബാംഗങ്ങൾക്കൊക്കെ താല്പര്യം. നമുക്ക് ഈ സ്റ്റോറി ഒന്ന് നോക്കാം. ടാറ്റ ഗ്രൂപ്പിലെ ഒരു മുൻ ജീവനക്കാരനായ മോഹിനി മോഹൻ ദത്ത എന്ന് പറയുന്ന 74 വയസ്സുകാരന് രത്തൻ ടാറ്റ തൻ്റെ വിൽപ്പത്രത്തിൽ മാറ്റിവെച്ചത് സ്വത്തിൻ്റെ 1/3 ഭാഗമാണ് എന്ന് വരുമ്പോഴാണ് നമുക്കും ഇത് ഒരു വല്ലാത്ത സന്തോഷമുള്ള ഷോക്കായി മാറുന്നത്. 650 കോടിയോളം രൂപ നീക്കി വെക്കാനുള്ള ഒരു സ്നേഹബന്ധം ഈ മോഹിനി മോഹൻ ദത്തയുമായി രത്തൻ ടാറ്റയ്ക്ക് ഉണ്ടായിരുന്നു. അത് ഉണ്ടാകാനുള്ള പശ്ചാത്തലം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ജാംഷഡ്പൂർ സ്വദേശിയായ ഈ മോഹിനി മോഹൻ ദത്ത ടാറ്റ ഗ്രൂപ്പിലാണ് അദ്ദേഹത്തിൻ്റെ ജോലി ആരംഭിച്ചത്. അദ്ദേഹം തുടങ്ങിയ സ്റ്റാലിയൻ എന്ന ട്രാവൽ ഏജൻസിയെ 2013 ടാറ്റ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ഏറ്റെടുക്കുകയുണ്ടായി. അതുമുതലാണ് രത്തൻ ടാറ്റയും നമ്മുടെ മോഹിനി മോഹൻ ദത്തയുമായുള്ള വ്യക്തിബന്ധം ആരംഭിക്കുന്നത്. തോമസ് ഗ്രൂപ്പ് കുക്ക് ആയുള്ള പങ്കാളിത്തത്തിൽ TC ട്രാവൽ സർവീസസ് എന്ന സ്ഥാപനവും അന്ന് ഇദ്ദേഹം നടത്തിയിരുന്നു. രത്തൻ ടാറ്റയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി മാറിയ ഈ മോഹിനി മോഹൻ ദത്തയുടെ 2 പെൺമക്കളിൽ ഒരാൾ ടാറ്റ ഹോട്ടൽസിലും ടാറ്റ ട്രസ്റ്റിലുമൊക്കെ ജോലിക്കാരായിരുന്നു. രത്തൻ ടാറ്റയ്ക്ക് 24 വയസ്സുള്ളപ്പോഴാണ് മോഹിനി മോഹൻ ദത്തയെ പരിചയപ്പെട്ടതെന്നും തൻ്റെ വളർച്ചയിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടെന്നും ദത്ത പലവട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. രത്തൻ ടാറ്റയുടെ വളർത്തു പുത്രനാണ് ദത്ത പലപ്പോഴും പലരോടും പറഞ്ഞിട്ടുള്ളതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ വിൽപ്പത്രത്തിൽ ഇവർ തമ്മിലുള്ള വ്യക്തിബന്ധത്തെ ഒന്നും അടയാളപ്പെടുത്തുന്ന വലിയ വാക്യങ്ങളൊന്നും ഇല്ല. കഴിഞ്ഞ ദിവസം വിൽപ്പത്രം തുറന്നപ്പോഴാണ് ഈ മോഹിനി മോഹൻ ദത്തയുടെ പേര് വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ ആ വിൽപ്പത്രത്തിൽ എഴുതി പിടിപ്പിച്ചത് മറ്റുള്ളവർ അറിയുന്നത്. പൊതുരംഗത്ത് മറ്റാർക്കും ഈ മോഹിനി മോഹൻ ദത്തയെക്കുറിച്ച് വലിയ വിവരങ്ങളൊന്നും ഇല്ല. അദ്ദേഹം ടാറ്റയോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളോ അവർ തമ്മിലുള്ള ഏതെങ്കിലും മീറ്റിങ്ങുകൾ സംബന്ധിച്ച വിവരങ്ങളോ പലർക്കും അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിചിത്രമായ കാര്യം. 350 കോടി രൂപയുടെ ഫിക്സഡ് ഡിപ്പോസിറ്റും പെയിൻറ്റിങ്ങുകളും ആഡംബര വാച്ചുകളും ലേലം ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന തുക അതിൻ്റെ 1/3 ദത്തയ്ക്ക് നൽകണം എന്നാണ് വിൽപ്പത്രത്തിൽ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത്. 2/3 ഭാഗം രത്തൻ ടാറ്റയുടെ അർദ്ധ സഹോദരിമാരായ സിറിൻ ജിജാഭായ്, ദീന ജിജാഭായ് എന്നിവർക്കാണ് വിൽപ്പത്രത്തിൽ നൽകിയിട്ടുള്ളത്. ഓഹരിയിലുള്ള ഡിപ്പോസിറ്റ് അടക്കം നല്ലൊരു ഭാഗം സ്വത്ത്
സന്നദ്ധ സംഘടനകളായ ടാറ്റ എൻഡോവ്മെൻറ്റ് ഫൗണ്ടേഷൻ, രത്തൻ ടാറ്റ എൻഡോവ്മെൻറ്റ് ട്രസ്റ്റ് എന്നിവർക്കാണ് നീക്കിവച്ചിരിക്കുന്നത്. അർദ്ധ സഹോദരനും പിൻഗാമിയുമായ ടാറ്റ ട്രസ്റ്റ് ചെയർമാൻ നോയൽ ടാറ്റ, അദ്ദേഹത്തിൻ്റെ മക്കൾ എന്നിവർക്ക് സ്വത്തിൽ ഒരു ഭാഗം പോലും നീക്കിവച്ചിട്ടില്ല എന്നുള്ളതും പലരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരൻ ജിമ്മി ടാറ്റയ്ക്ക് 50 കോടിയുടെ സ്വത്ത് രത്തൻ ടാറ്റ വിൽപത്രത്തിൽ നീക്കി വച്ചിട്ടുമുണ്ട്. അപ്പോൾ രത്തൻ ടാറ്റയുടെ വിൽപത്രം നമ്മൾക്ക് കാണിച്ചു തരുന്നത് മനുഷ്യ ബന്ധങ്ങളുടെ ഊഷ്മളതയാണ്. തനിക്ക് അടുപ്പം ഉണ്ടായിരുന്ന വ്യക്തികളെ മരണശേഷവും രത്തൻ ടാറ്റ കൈവിട്ടില്ല എന്നുള്ളതാണ് വരികൾക്കിടയിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന കാര്യം. ഇതാണ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്നേഹിച്ചാൽ അയാൾക്ക് ദൈവവഴിയിൽ കൂടി തന്നെ പല ഗുണങ്ങളും ലഭിക്കും എന്നുള്ള ഒരു ഗുണപാഠം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.